അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡ് കുക്കിംഗ് ചാലഞ്ച് ആണ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവനെ കൊണ്ടാണ് ബ്ലൈൻഡ് കുക്കിംഗ് ചാലഞ്ച് എടുപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവനോട് ഒരു ഫാമിലി പാക്ക് ഫുള്ള് കൊടുക്കില്ല, പിന്നെ ഫുള്ള് കെട്ട് അലമ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇട്ട സാധനങ്ങൾ നിങ്ങൾക്കൊന്ന് നമ്മളിത് അവിടെ ഇപ്പി ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഒരു പാന്, മുട്ട ചിക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. 2 മുട്ട, ഒരു കത്തി, ഉപ്പിൻ്റെ കുപ്പി, വെള്ളം, പിന്നെ എണ്ണ എടുത്തിട്ടുണ്ട്. ഈ ചെവുക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മനക്കൊണ്ട് കഴിക്കാൻ പോണ്. അലമ്പാവ് ഒക്കെ നിങ്ങൾ കണ്ടറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. അങ്ങനെയുള്ള കുക്കിങ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ്. കാണുണ്ടെങ്കിൽ പറയട്ടെ, നമുക്ക് ഒതുങ്ങി കെട്ടാം. ഇതെത്ര കാണുന്നുണ്ട്? സത്യം പറയാം, കാണുന്നുണ്ട്. കാണുന്നില്ലാന്ന് വിചാരിക്കുന്നു. ചോദിച്ചെങ്കിൽ അലമ്പാക്കൊന്നും തരില്ല. തുടങ്ങാൻ നമുക്ക് ഫസ്റ്റ് നമുക്ക് മാഗി ഉണ്ടാക്കണം. മാഗി അല്ല, ഇപ്പി ഉണ്ടാക്കണം. നമ്മൾ ആഡ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അലമ്പാക്കട്ടെ വിചാരിച്ചിട്ട് ഇത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാൻ കാരണം അലമ്പാക്കിയിട്ടൊന്നും എനിക്ക് ഡൗട്ട്. ഒന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം ഫുള്ള് അലമ്പാക്കുന്നുണ്ട്. ഒന്ന് എടുത്തിട്ടുള്ളൂ. ഏതായാലും ഓണാക്കിണ്ട് കൈ വേഗം ഫസ്റ്റ് നമുക്ക് ഒന്ന് എടുത്തിട്ടുള്ളൂ. വെള്ളം ജാതെ ഓണാക്കുള്ളൂ. എന്നാളെ വെള്ളം ഇങ്ങനെ വേണ്ട ഒഴിച്ച് കഴിഞ്ഞാൽ സിങ്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് വേറൊന്നുമല്ല. ഈ സിങ്ക് ആകെ സിങ്ക് മാത്രമേ പോലെ ഗ്യാസൊന്നും ഇല്ലല്ലോ, അതാണ് ഈ സിങ്ക്. അപ്പോൾ ഈ സിങ്കൊക്കെ പറയുന്നത് പറയാൻ പറ്റില്ല, ഫുള്ള് കേട്ടിട്ടുണ്ടാവും. ഇതിലൂടെ കൊണ്ട് കെട്ടിയ പട്ട എല്ലാ കണ്ടെടുത്താണോ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ പറ്റത്? ഞാൻ അങ്ങനെ വെറുതെ കൊടുത്തോ? ഇതൊക്കെ എന്ത് ലൈസിപ്പ് ഓണാക്കാതെ നമുക്ക് എന്തൊക്കെ രാത്രിട്ട് ബാക്കിയുള്ള ഒന്നിട്ടടാ. ഞാൻ എന്തിനാ ഇത് നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ഇതൊന്നും സെപ്പറേറ്റ് ആയിട്ട് നോക്കണം. അങ്ങനെ നോക്കാൻ പറ്റില്ല. ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇത്രയും സാധനം. അപ്പോൾ നമ്മൾ വെറുതെ ഉണ്ടാക്കുന്നില്ല. ഒന്നും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. നമുക്ക് ആവശ്യമുള്ള നമ്മളെന്തോ നിർത്ത് മാറ്റം അവിടെ നിർത്ത് മാറ്റിയിട്ട് വളരെ സ്പേസ് ഇല്ല. ചെറിയൊരു മേശയാണ്, അപ്പൊ സ്പേസ് നിന്നു കുക്കയാണ്. എന്തായാലും അരമണിക്കൂർ പിടിക്കില്ല വിചാരിക്കാം. നിക്കവിടെ ഈ ലക്ഷണ നിന്നോടാ ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഫോണില്ല.
അപ്പോൾ ഗൈസ് നമുക്ക് സ്പൂൺ എടുക്കാം. നാടാ എൻ്റെ സ്പൂൺ നീക്കടാ നീക്കടാ. അപ്പൊ ഗൈസ് താഴ്ത്തി ഇതെന്തായാലും കുറച്ച് ടൈം പിടിക്കും തന്നെ തോന്നുന്നു. നമുക്ക് അതൊന്ന് കുറച്ചും കൂടി ഒന്ന് വെന്ത് വരട്ടെ. എന്തായാലും ടൈം കുറച്ച് പിടിക്കും. എന്തായാലും വേവ് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്ന് വെന്ത് വരട്ടെ ചെറുതായിട്ട് നമുക്ക് വരട്ടെ ബിരിയാണി. അപ്പൊ ഗൈസ് ഇത് കഴിഞ്ഞ് ഇതാ മസാല ഇടേണ്ട ടൈമായി. കുറച്ച് വെന്ത് വന്നപ്പോഴേലും മസാല ഇട്ടു. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ നേരത്തെ എടുത്തോടുത്ത ഈസി കുക്ക് കേടുണ്ട്. അത് തന്നെ കുക്ക് ചെയ്യാനുള്ള ഗ്യാസൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ ഗ്യാസാലല്ല, ഗ്യാസിന് ഫുള്ള് ഭയങ്കര ക്ഷാമത്തിലാണ്. ഇപ്പോൾ യുദ്ധമായിരുന്നു. അത് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഫാന് കുറച്ച് സ്പീഡ് കുറച്ച് ഫാനിന്റെ സൗണ്ടാട്ടോ നിങ്ങൾക്ക് കേൾക്കുന്നത്. കിട്ടോട് മസാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കറ്റ് നിരത്തിട്ട് അയ്യോ കളക്കാൻ കിട്ടേ. അപ്പോൾ മാഗി ഒന്ന് ആയിരത്തെ കുറച്ചായിരിക്കും. പീതാംബരം സാറേ ഇവർ പ്രാന്താണ്. മാഗി വെള്ളമായോന്ന് ഒരു ഡൗട്ട്. എന്തെങ്കിലും പറയടാ, എന്തെങ്കിലുമൊക്കെ പറയണ്ട്. ഉണ്ടാതെ നിൽക്കുന്നുട്ടോ. തല 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 കണ്ണ് കെട്ടിട്ട് മാഗി ഉണ്ടാക്കാറിയാവുന്നതാണ് നമ്മൾ നോക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നുണ്ടാക്കാം. ഇത് പോയപ്പോ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ നീ എന്തോ പറയാനാ. രാവിലെ അടിച്ചു മാഗി കണ്ണ് കെട്ടിണ്ടാക്കുമ്പോൾ വൈബല്ലേ. ഒന്നും പറയില്ല. ഒരു പാക്കും കൂടി തോന്നുകൂടി നമ്മള് പാക്കറ്റ് ആണല്ലോ, ഫാമിലി പാക്ക് ആണല്ലോ. ഇതൊന്ന് ജസ്റ്റ് നായി കെട്ടി. ഞാൻ അതിന്റെ കോലപ്പം നിങ്ങക്ക് കാണിച്ചു തരാം. മാഗിന്റെ കോലാട്ടോ കുറച്ച് വെള്ളം കൂടിയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഓക്കെ, രണ്ട് കോഴിമുട്ട ഇതിലിട്ട് ചിക്കൻ പറയാം, ബാക്കി കാര്യങ്ങളൊക്കെ. ഇതാ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് പോയി. അപ്പൊ നമ്മളത് മാഗി ഒന്നായി ഇട്ടേ. എടാ മാഗിയിൽ ഉപ്പിട്ടായിരുന്നോടാ നീ? അവിടെ ഉപ്പിടാ, മാഗിയിൽ ഉപ്പിടാൻ മറന്നു കേട്ടോ. മാഗിയിൽ ഉപ്പിടാ. നമ്മൾ ട്രൈപ്പോഡ് അത് എവിടെ ഉണ്ട് കേട്ടോ. ഗൈസ് വേറെ ഒന്നുമില്ല, എൻ്റെ ഇഷ്ടത്തിന് ഞാനൊന്നും പറയില്ല. കറക്റ്റ് ജന്നെ തൊട്ടോക്കി ജന്നിട്ടാ ലാസ്റ്റ് ചെയ്യുന്നേ വരും. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കില്ല കേട്ടോ. ലാസ്റ്റ് ഇതിൻ്റെ കമൻറ്റിൽ വരും ഞാനെല്ലാം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ പോരായിരുന്നു. ഇതിനെക്കൊണ്ട് ഞാൻ ഒന്നും പറയില്ല, ഓനായിട്ട് ചെയ്യട്ടെ കാര്യങ്ങളൊക്കെ. എന്തായാലും മാഗിൻ്റെ അവസ്ഥകൾ കണ്ടല്ലോ. എന്തായാലും കുഴപ്പമില്ലാന്ന് തന്നെ പറയാം. നമുക്ക് മുട്ടയും കൂടി ചിക്കാണ്ട് അതിൻ്റെ ശേഷം
ഒന്ന് പെർഫെക്റ്റ് ആയി വരട്ടെ കേട്ടോ. സ്പേസ് വേണ്ടായിട്ടാണോ അവിടെ കൊണ്ടുപോയിട്ടത്? എന്തിരോ എന്തോ മൂക്കുമ്പിലൊക്കെ എന്തോരോ ഒഴിക്കണ്ടോ? ഈ സാധനം മുടി നോക്കിയേ. നമുക്ക് ഒരു ദിവസം കൊണ്ടുപോയി വെട്ടിക്കണം കേട്ടോ. നിങ്ങളെ അഭിപ്രായം എന്താ അത്? ഇതിൻ്റെ കോലം നോക്കി ഉണ്ടല്ലേ, എന്താണ്ടോ അടിച്ചിട്ട് വന്നിരിക്കണ മാതിരി ഉണ്ടോ എൻ്റെ കോലം? എന്താ ഒന്ന് മാഗി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് മുട്ട ചിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. മാഗി കുറച്ച് വെള്ളമാണെങ്കിലും കുഴപ്പമില്ലാന്ന് തന്നെ പറയാം. നമുക്ക് മുട്ട ചിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അവനത് ഇറക്കി വയ്ക്കാൻ പോവാട്ടോ. ഇറക്കി വയ്യടാ. എന്തിനോ എന്തോ ടാടാ വയറ് അടച്ചോ. പൈസ അവൻ എന്തൊക്കെയോ കാട്ടിക്കുട്ടി. ഇത് പാൻ എടുത്തോ. പാനൊക്കെ അവൻ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ കേട്ടോ. തേഞ്ഞു ഓണാണടാ. ഡീപ്പ് ഫ്രൈ. ഈ കോഴിമുട്ട കരിയെന്ന് ഉറപ്പായി ഇപ്പോൾ ഏകദേശം. ഇപ്പോൾ മുട്ട ചിക്കാനുള്ള കാര്യങ്ങളിലേക്ക് അടക്കാം. ഫ്ലോപ്പ് ആവും എന്താണെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം. എന്തെങ്കിലും പറയടാ. ഇതിന്റെ സൈഡിലേക്ക് പോന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഓണാണ്ടാ. ഓണാലേ ഇട്ടൂടെ. ഈ സമയത്തപ്പ കരിയാനുള്ള എല്ലാ പരിപാടിയും കാണുന്നുണ്ട്. കറക്റ്റാണ്. എന്തായാലും ഒന്നും പറ്റുന്നില്ല. ഞാൻ പിന്നെ ഇവിടെ ഒന്നും പറ്റില്ല. എനിക്കാണെങ്കിലും ഒന്നും കിട്ടില്ല. ഇപ്പൊ ഒരു കാമ്പൻ ഉണ്ടാവും. തപ്പടാ. മുട്ട ശരിക്കും ആയിട്ടില്ല. അപ്പേന് ചിക്കാൻ തുടങ്ങിയോ? ആയിട്ടില്ല. അപ്പേന് ചിക്കാൻ തുടങ്ങി. എന്തിനോ എന്തോ ചിക്കി കഴിച്ചോളൂ.
പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. പക്ഷെ ഇക്കത്തെ കൊറോണ സ്മെല്ലൊന്നും കിട്ടില്ല കഴിച്ച് പ്രത്യേകിച്ചൊക്കെ. അപ്പം ശരി. ഞാൻ ഇളക്കണം. നമ്മളെ ഈ ചലഞ്ച് ഏകദേശം പൂർത്തിയാക്കാനായിട്ടുണ്ട്. ഇവിടെ ഒരു പന്തല്ല തോന്നുന്നു. മാനഹാനി സംഭവിച്ചു നമുക്ക്. എടാ ഈ നൂഡിൽസ് ആദ്യം അല്ല ഞാൻ നമുക്കൊരു കുഴപ്പമില്ല, ഞാൻ തന്നോളാം. അതായി മീറ്റ് ചെയ്തിരുന്നു, കുറെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. സോനെ നോക്കട്ടെ കേട്ടോ. അത് അതൊക്കെ കണ്ണ് കാണില്ല. മണ്ണ് ഇതെന്താ പച്ച നൂഡിൽസിൽ കോഴിമുട്ടുണ്ടാക്കില്ല. അതിന്റെ അവസ്ഥ കണ്ടില്ലല്ലോ. കുറച്ച് വെള്ളം കൂടിപ്പോയതാ പ്രശ്നമായത്. വെള്ളം ഒഴിച്ചത് കണ്ടമാനെ കൂടിട്ടോ. എങ്ങനെയുണ്ടെന്ന് ചെന്നെ പറ. ഞാൻ ഒന്ന് കഴിച്ച ഓട്ടെ. എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ അഭിപ്രായം പറയാം. കൊള്ളാണ്ടോ? വെള്ളം കൂടിയതാ. ഉപ്പ് കറക്റ്റല്ലേ? ഉപ്പ് കറക്റ്റാണ്, പക്ഷെ വെള്ളം കുറച്ച് കൂടിപ്പോയി. അതാ പ്രശ്നമായത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഇതുമല്ല വെറൈറ്റി വീഡിയോ കാണാന് വെള്ളം കൂടി പോയി ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാലഞ്ച് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വെള്ളമായിട്ടോ, ഫുള്ള് വെള്ളത്തിലായി. അപ്പൊ എല്ലാവർക്കും ഈ ചാലഞ്ച് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ. ഓക്കെ.